കൈകളും കാലുകളും കണ്ണും കെട്ടി 14 വയസ്സുകാരിയുടെ സാഹസിക പ്രകടനം. ചേവക്കൽ സ്വദേശി അനന്യ വാളോരി ആലുവ പെരിയാറിന് കുറുകെ 750 മീറ്റർ 45 മിനിറ്റ് കൊണ്ട് മറികടന്നു. രാവിലെ 7:30 ആലുവ മണപ്പുറം മണ്ഡപം കടവിൽ നിന്നും കൈകളും കാലുകളും കണ്ണും കെട്ടി ദേശം കടവ് ലക്ഷ്യമാക്കി നീന്താൻ ആരംഭിച്ചു. സിനിമാ താരം സജി ഗോപു മണ്ഡപം കടവിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. വളരെ സന്തോഷം ഇവിടെ എത്തിച്ചേരാൻ പറ്റില്ല. ഉണ്ണിച്ചേരനാണ് എന്നെ വിളിച്ചത്. അപ്പോ ഞങ്ങളിവിടെ ഒരുപാട് വിളിച്ചിട്ടൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോ ഒരു കൊറോണയുടെ മുന്നേ വരെ ഇവിടെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അനിക്ക് എന്തായാലും എല്ലാവിധ ആശംസകളും. എല്ലാവരും നീന്തൽ പഠിക്കാൻ ഇവിടേക്ക് വരണം. കനത്ത വെയിലും ചൂടും വകവെക്കാതെ ആലുവ പെരിയാറിന്റെ ഓളപ്പരപ്പുകളെ വകഞ്ഞ് മുന്നോട്ട്. പരിശീലകൻ സജി വാളശ്ശേരിയും കൂടെ ഉണ്ടായിരുന്നു. അനന്യ വാളേരിക്ക് ആവേശം പകരാൻ മാതാപിതാക്കളും സ്കൂൾ അധ്യാപകരും സുഹൃത്തുക്കളും ദേശം കടവിൽ സ്വീകരണം നൽകി. മുങ്ങൽ വിദഗ്ധരടങ്ങുന്ന സംഘം സുരക്ഷയൊരുക്കി. 780 മീറ്റർ 45 മിനിറ്റ് കൊണ്ട് കരകയറി നീന്തൽക്കാരി അനന്യ. ചേട്ടാ ഇന്ന് അറിയോ? കൈകളെ കെട്ടടിക്കാതെ താങ്ങി നിൽക്കുന്ന മരത്തിൽ നിന്നും പറിച്ചല്ല. അതിന്റെ കയ്യിൽ തന്നെയുണ്ട്. സാധാരണ എല്ലാവരും കയ്യിൽ കെട്ടാതെ നീങ്ങുമ്പോൾ ഇതുപോലെ ഇല മുറിച്ച് തന്നെയാണ്. ഇന്ന് കയ്യിന്റെ കെട്ടടിക്കാതെ ഇല മുറിച്ചിരിക്കുന്നു. നല്ല കയ്യിൽ ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം. നല്ല കയ്യിൽ കഴിച്ചു വെച്ചാൽ അതിലേക്ക് നല്ലൊരു കയ്യിൽ ഇങ്ങോട്ട് തിരി. ആദ്യം തന്നെ ഗീതങ്ങൾ മാറിയിട്ട് സ്വീകരിക്കുകയാണ്. നിറഞ്ഞ കയ്യിൽ കൊടുക്കാം. ഇവിടെ അനന്യ തങ്ങളുടെ കെട്ടഴിച്ച് കാണാൻ പോവുകയാണ്. നിറഞ്ഞ കയ്യിലൂടെ അതിനെ അവർക്ക് സ്വീകരിക്കാം. ഇതിലും നല്ല ഒരു സ്വീകരണം സാറിനെയും നാളെ നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. ഈ വർഷം തന്നെ പുഴ നീന്തി കടന്ന
3 കുട്ടികൾ 5 വയസ്സുള്ള 3 കുട്ടികൾ ഈ വർഷത്തെ ബാച്ചിൽ പ്രതിനിധി പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും അനിന്യ ചേച്ചിയെ മാലയിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി പലരും തയ്യാറായി നിൽക്കുകയാണ്. അതിലെ ഗൗതം കൈകൾ പുറകെ കെട്ടിക്കൊണ്ട് ഇതേ ദൂരം താണ്ടിയ കുട്ടിയാണ്. നീന്തൽ പഠിക്കാത്ത പെൺകുട്ടികൾക്ക് പ്രചോദനമാകാനാണ് ഈ പ്രകടനമെന്ന് അനന്യ പറഞ്ഞു. പേടിയുണ്ടായിരുന്നില്ല, വളരെയധികം ധൈര്യം ഉണ്ടായിരുന്നു. സജി സാറാണ് പഠിപ്പിച്ചത്, അത് കാരണം എനിക്ക് ഒട്ടും പേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കൊച്ചുകുട്ടികളോടും കൂട്ടുകാരോടും എന്താ പറയുക? എല്ലാവരും വന്ന് നീന്തൽ പഠിക്കുക, മുങ്ങിമരണം മാക്സിമം ഒഴിവാക്കുക. എങ്ങനെയായിരുന്നു ഇങ്ങനെ ടഫായിട്ടുള്ളൊരു നീന്തൽ പഠിച്ച കയ്യും കാര്യം? എത്ര നാളെടുത്തു? എങ്ങനെയായിരുന്നു? 3 ആഴ്ചത്തോളം എടുത്തായിരുന്നു ഇത് ഫുള്ള് പഠിച്ചെടുക്കാൻ. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സാറിനോടും ബാക്കി എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. അച്ഛനും അമ്മയും എല്ലാ കൂട്ടുകാർക്കും ഇവിടെ വന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. ഏറ്റവും നല്ല കൈയ്യടി കൊടുക്കേണ്ടത് ഇവിടെ മാതാപിതാക്കൾക്കാണ്. അങ്ങയുടെ അനിയത്തിയെ കൂടെ സ്വാഗതം ചെയ്യുന്നു. ചേച്ചിക്ക് മാലയിട്ടുകൊണ്ട് സ്വീകരിക്കുന്ന കൃഷ്ണയെ മാലയിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി സാറിന്റെ പ്രിയ ശിഷ്യ ഇതാ മാലയിട്ട് സ്വീകരിക്കുന്നു. നമ്മുടെ വാശിയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി 5 വയസ്സ് 3 മാസം മാത്രമുള്ളപ്പോഴാണ് നമ്മുടെ പ്രതിനിധി പറഞ്ഞത്. അടുത്തതായി കൈകൾ പുറകിൽ കെട്ടി ഇതേ ദൂരം താണ്ടിയ വ്യക്തിയാണ് ഗൗതം. വിദ്യാഭ്യാസ സ്കൂളിലെ അനമയുടെ കാഴ്ച കണ്ടവരെല്ലാം ആവേശം പകർന്ന് ഒപ്പം കൂടി. ആലുവ പെരിയാർ പുഴ കീഴടക്കിയ മിടുക്കിക്ക് സ്വീകരണം നൽകി. 3 ആഴ്ചത്തെ പരിശീലനത്തിനൊടുവിലാണ് കൈകളും കാലുകളും കണ്ണും കെട്ടി നീന്താനായത്. നീന്തൽ മാത്രമല്ല, ജീവൻ രക്ഷിക്കാനുമാണ് സജി വാളശ്ശേരിയുടെ നീന്തൽ പരിശീലനം. വെള്ളത്തിൽ വീണാൽ സ്വയം രക്ഷയ്ക്കും മറ്റൊരു ജീവൻ രക്ഷിക്കാനുമാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നീന്തൽ പരിശീലിപ്പിക്കുന്നത്. ന്യൂസ് 95 ആലുവ.